ഏകദേശം 7 വർഷമായി എൻ്റെ ആദ്യത്തെ സീരിയൽ കഴിഞ്ഞിട്ട്. പക്ഷെ എപ്പോഴും ടെലിവിഷൻ പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് ഭയങ്കര വാംത്താണ്. അതായത് അവർക്ക് അവരുടെ വീട്ടിലെ കുട്ടി എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെ കാണുന്നത്. ഇപ്പോഴും എനിക്ക് എന്നെ ദീപ്തി എന്നുള്ള കഥാപാത്രത്തിൻ്റെ പേരിലാണ് പലരും ഇപ്പോൾ മൂകാംബികയിൽ നിന്ന് അഭിനയിക്കുമ്പോൾ പോലും വന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രത്തോളമാണ് ഒരു ടെലിവിഷൻ സീരിയലിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത്. അത് വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ മൂകാംബിക ദേവിയുടെ ഭക്തയാണ് ഞാനും. അപ്പോൾ ഇവിടെ ഈ മണ്ണിൽ ഒരു തവണയെങ്കിലും വരാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം എനിക്ക് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ 2 തവണ എൻ്റെ അടുത്തേക്ക് തന്നെ ഈ കഥാപാത്രവുമായിട്ട് ഇതിൻ്റെ ഒരു ഓഫർ വന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ കോളിൽ കുറച്ച് ചെറിയ ചില അസൗകര്യങ്ങളുണ്ടായി. രണ്ടാമത്തെ വിളിയിൽ ഞാൻ ചെയ്യാമെന്ന് തന്നെ ഉറപ്പിക്കുകയായിരുന്നു. കാരണം എൻ്റെ ഈ ഒരു മനുഷ്യായുസ്സിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രത്യേക അനുഭവങ്ങളും ഒക്കെ ഈ മൂകാംബികയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ സിനിമയിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സിനിമയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ, ഒരു സ്ഥാപനം, ഒരു ബിസിനസ് ആരംഭിച്ചു, ബുക്കുകൾ എഴുതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് യാത്രകൾ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം എന്ന് പറയാനില്ല. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫ്രീ ആയി സീരിയലിൽ നിന്ന് മാറി നിന്നപ്പോൾ. അതാണ് എനിക്ക് തോന്നിയൊരു മാറ്റം. അല്ലാതെ സിനിമയിൽ ഞാൻ അത്ര ബിസി ആയിട്ടുള്ള ഒരു ആളല്ലായിരുന്നു. കാരണം ഇപ്പോഴും വളരെ ചൂസി ആയിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ അതിന് ശേഷം ചെയ്തു എന്നുള്ളതാണ്. എന്നോടൊരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ചർച്ചാവേദിയിൽ എന്നോട് ചോദിച്ചു ഏതിനാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ രണ്ടും 2 തരത്തിലാണ്. കാരണം അഭിനയം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു എന്താ പറയുക, ആ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് അത് ഡയറക്റ്റ് ചെയ്ത് അത് ക്യാമറയിൽ പതിപ്പിച്ചപ്പം നമ്മൾ അതിലെ ഏറ്റവും എൻഡ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഏത് കഥാപാത്രമാണോ ആ കഥാപാത്രമായിട്ട് നമ്മൾ ആളുകളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പകുതി ചുമതലകൾ അല്ലെങ്കിൽ ഭൂരിഭാഗവും ഡ്യൂട്ടി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ സൃഷ്ടിയാണത്. അപ്പോൾ അത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആളുകൾ വായിച്ച് അതിൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് വേറൊരു സന്തോഷമാണ്. അപ്പോൾ രണ്ടും 2 രീതിയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ അത്.